എന്തൊരു മകളെ പരിപാടി സുഖല്ലേ എല്ലാവർക്കും? ഞാന് ഗുരുദ്വാരയുടെ നടന്ന മിഞ്ഞാന്ന് വന്നതാ. മിഞ്ഞാന്ന് രാത്രി വന്നു, ഇവിടെ കിടന്നു. കണ്ടു നോക്കുമ്പോ ഈ ഫാൻ മാത്രം ഇട്ടുണ്ടായിരുന്നല്ലോ ഞാൻ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് വന്നിട്ട് 1 മണിക്ക് ആയിട്ട് കിടക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിലൂടെ മൊത്തം കൊതു കയറി. രക്ഷയില്ലേ പോസ്റ്റ്. ഞാൻ ഈ ഇങ്ങനത്തെ 2 പുതപ്പ് ഇട്ടിട്ട് പൊതിച്ചു, എന്നിട്ട് രക്ഷയില്ല. അങ്ങനെ ഏറ്റവും 5 മണി വരെ ഇരുന്ന് കൊതുവിനടിക്കുക. ഇവിടെ ഇങ്ങനെ പാട്ട് കേൾക്കണ്ട, ഒരു 4 മണി ടൈം തൊട്ടിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ അപ്പം ഉറക്കം പോകാൻ. അങ്ങനെ രാവിലെ 7 മണിയാകുമ്പോഴേക്കും വീണ്ടും കിടന്ന് 1 മണിക്കൂർ കിടന്നു. വീണ്ടും 7 മണിക്ക് എനിക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടു. അപ്പോൾ നോക്കുമ്പോൾ ആകെ തല കിടന്ന് കറങ്ങുക, ഉറക്കം റെഡിയാൻ വേണ്ടി. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഇന്നലെ ഒരു ദിവസം കൂടി റൂം എടുത്തു. അങ്ങനെ ഇവരോട് വന്ന് പറഞ്ഞു, കൊതുവിൻ്റെ കടിക്ക് ഭയങ്കര കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞു. അവർ പറഞ്ഞു ഈ ഫാൻ എന്ന് പറഞ്ഞാൽ ഈ കോളറോടെ വെച്ചുള്ളത് അതിനുള്ള നമുക്കത് ഓണാക്കിയിട്ട് കൊടുന്നു. ഇത് ഓണാക്കി കഴിഞ്ഞാൽ എന്ത് കാറ്റാൻ വെച്ചിട്ട് അങ്ങനെ ഇന്നലെ ഇതിട്ടിട്ട് സുഖമായിട്ട് കിടന്നു തുടങ്ങി. ഇതന്നെ ഇട്ട് വെച്ച് ഇന്നലെ പോകാറുണ്ട്. കുഴപ്പമില്ല, എന്തായാലും റെസ്റ്റ് എടുക്കലൊക്കെ സെറ്റായി. പിന്നെ കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് നേരെ പത്താൻകോട അങ്ങനെ എന്തൊരു സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ നേരെ ഞാൻ 6 കൊണ്ട് വെച്ച് പിടിക്കാൻ വെച്ചിട്ടാ ജമ്മു കയറണം. ഞാൻ ആദ്യം ജമ്മുവിൽ കിടന്ന് എത്ര 100 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞേ. കാശ്മീർ ശ്രീനഗറിലേക്ക് എത്ര 380 കിലോമീറ്ററാണ്, 400 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. അങ്ങനെ മക്കളെ കാര്യങ്ങൾ. അപ്പം ശരി, ഞാൻ ഇവിടുന്ന് നല്ല സാധനങ്ങളൊക്കെ എടുത്ത് ഇറക്കട്ടെ. ഞാൻ ഇവിടുന്ന് അടിയിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വന്നു. ചപ്പാത്തിയും ചെറുപയർ കറി അത് കഴിച്ച് മടുത്തു. എത്ര നാളായി ഇതന്നെ, എല്ലാ കുരുതാരില്ല തന്നെ മെയിൻ. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറണമെന്ന് വെച്ചാൽ ഷൂ ഒക്കെ ഊരണമുണ്ട്. അപ്പോൾ അതിന് തന്നെ പോയി കഴിച്ച് സെറ്റായിട്ട് വന്നു. ഇനിയിപ്പോൾ 2 പേരും കൂടി ഉണ്ട്, ഇതുകൊണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ അപ്പോൾ ശരിയിട്ടാ മക്കളെ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഓക്കേ, തലക്കിട്ട് കണ്ടില്ല, ഇതിവിടെ ഗുരുദ്വാരം തരണതാ. പറഞ്ഞ പോലെ ദൂരെ കേട്ടെ, അല്ല മറക്കും. മുടിയും കൂടിയിട്ട് കിട്ടിയേ. അപ്പോൾ ശരി, ബൈ ബൈ. നമ്മളവിടുന്ന് കുറച്ച് ദൂരം പോകുന്നു. അത് വെയിൽ കൂടി തുടങ്ങി. ഇപ്പോൾ സമയത്ത് 8:45 സമയം. അവിടെ എല്ലായിടത്തും മൾബറി കണ്ടില്ലേ? മൾബറി കണ്ടപ്പോൾ നിർത്തിയതാ, വെറുതെ 2 പിടിച്ചിട്ട് പോവാ. അത് ഫ്രീ ആയിട്ട് കിട്ടണതല്ല. കാണുമ്പോൾ നല്ല മൾബറി, പക്ഷെ കുറച്ച് വലിപ്പമുണ്ടെങ്കിൽ സുഖം നടന്നു. ടപ്പേന്ന് പറഞ്ഞിട്ട് തീരുവാണ് പ്രശ്നം. കണ്ടില്ലേ മൾബറി? പൊടിയും ചെളിയൊക്കെ ഉണ്ട്, അത് നോക്കൊന്നും വേണ്ട അല്ലേ? പോവാൻ നോക്കട്ടെ ഏട്ടാ. നല്ല മധുരണ്ടല്ലോ ഇത്, കുറച്ച് മണി പൊട്ടിക്കാല്ലേ? തൊടുമ്പളിക്കും പോവത് എന്ന് പ്രശ്നമില്ല. ഇവിടെ നിന്ന് മൾബറി ആർക്കും വേണ്ടേ? കിളികൾ പോലും തിന്നില്ല അതുകൊണ്ട് മൾബറി. ആകെ മുള്ള. ഇവിടെയൊക്കെ പാമ്പൊക്കെ കൊത്തിണ്ടാവോ ആർക്കറിയാലേ? നോക്കിയേ, നല്ല രസമില്ലേ? നല്ല രസം നല്ല ഇത് പറയണ്ടേ അല്ലേ? നല്ല മധുരം കേട്ടോ. അത്യാവശ്യം ഇത്ര മധുരമൊന്നുമില്ല. നോക്കിയിട്ട് പോന്നെ എന്തൊക്കെ ചെയ്യണേ. കൈമലൊക്കെ അറിയായി പോവാൻ നോക്കട്ടെ ഇവിടുന്ന്. അപ്പോൾ താൻകോട് പോണ വഴിക്കുള്ള ഷോർട്ട് കട്ട് എടുത്താണ്. ഷോർട്ട് കട്ട് മാറി ഹൈവേക്ക് ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. ഈ റോഡിലാണ് ഫുള്ള് മഞ്ഞപ്പൂക്കളാണ്. ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, ബാക്കിലൊക്കെ ഫുള്ളാണ്. നല്ല രസമാണ്. നല്ല വെയിലായി തുടങ്ങിയിട്ട്. സമയം 10:15 ഇപ്പോൾ. സുഖ്ജിന്ദർ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ, ഓരോ പേര് സ്കൂളുണ്ട് അല്ലേ? നമ്മുടെ അവിടെ വലിയ മോശമൊന്നുമില്ല. അവർ അവിടെ വന്ന് വയ്ക്കുമ്പോൾ അതേപോലെ തന്നെയല്ലേ? ചൂടായി തുടങ്ങിയിട്ട് മക്കളെ. കുറച്ച് ദൂരം ചവിട്ടി നിന്നിപ്പോൾ ആരും ഫോൺ വിളിച്ചിട്ടില്ല. ഹലോ, സ്ഥലം കണ്ട? ഈ ഹൈവേ കൂടെ പോകണ നേരത്തെ ഒരു ഷോർട്ട് കട്ടാണ് പെടുത്താ. എന്നിട്ട് ഗുരുദാസ്പൂർ എന്നാണെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പെട്ടു. നോക്കിയേ, ഫുള്ള് ഭയങ്കര ചെറിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുള്ള, അതിൽ വരുന്നില്ല. അതുകൊണ്ടത് നമ്മൾ ബൈക്കിൻ്റെ ബാക്കി സ്പീക്കർ വെച്ചിട്ട് എവിടേക്ക് കൊണ്ടുവന്നുകൊണ്ട്
ചെറിയൊരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലത്തേക്ക് എത്തിയത്. കിലോമീറ്റർ ഞാൻ എന്തോരം ഉണ്ടാണോ അത് പുറത്തേക്ക് കിടക്കാൻ. 7 കിലോമീറ്റർ കാണിക്കണല്ലോ, എന്തായാലും കുഴപ്പമുണ്ടാവില്ല ഞാൻ വിചാരിക്കുക. 2 സൈഡിലും ഗോതമ്പ് കടം കണ്ടില്ല, അവിടെയും ഗോതമ്പ് ഇവിടെയും ഗോതമ്പ്. ഓ നല്ല തണലുള്ള ഏരിയ കേട്ടാ, യാതൊരു സുഖമുണ്ട് പോവാ. ഇതിനിടയിൽ വേറെ എന്തൊരു കൃഷി കണ്ടു. ഒമ്പോ എന്തിട്ട് വഴിയില്ല നോക്കി, യാതൊരു സൈഡ് നോക്കി, ഫുൾ തണല്. ഇവിടെ എന്താണ് പ്രശ്നം, എവിടെ നോക്കിയാലും വെറുതെ ഒരു അമ്പലങ്ങൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. കുറേ സ്ഥലത്തായിട്ട് ഞാൻ കാണുന്നു, ഒരു കാരണമില്ല, വെറുതെ ഒരു കല്ല് വെച്ചിട്ടുണ്ടാവും, കുറേ പൂട്ടുണ്ടാവും, തോടുണ്ടാവും. ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ ഉണ്ട്. എന്തിനാണ് അവരിങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യം? എന്താ ചെയ്യാല്ലേ, ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെൻ്റെ യൂക്കാലി കൊണ്ടിട്ട് ഇത് കാണാൻ മൊത്തം ഉള്ള യൂക്കാലി മരങ്ങളാകുന്നുണ്ട് കണ്ടില്ലേ. നല്ല വഴിയാ അതിൻ്റെ, പക്ഷേ നല്ല കാറ്റുമുണ്ട്. പെട്ടെന്നാണ് പേടിക്കും. എന്തായാലും കുറച്ച് നേരം നല്ല ചവിട്ടാ. ഇന്നെന്താണോ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഹൈവേ കൂടെ പോയിട്ട് ഉള്ളിൽ കൂടെ പോയി എന്തെങ്കിലും കിട്ടുന്ന ചോദിച്ചാണ് ഉള്ളിലേക്ക് എടുത്തത്. ഉള്ളിലേക്ക് പോളി പറഞ്ഞ പോലെ ഇപ്പോൾ സമയം എത്ര ഈ 3:30 ആ ഒരു 1:30 2 മണിക്കൂർ കൂടി ചവിട്ടാം. എന്നിട്ട് എവിടെയെങ്കിലും സെറ്റാവുള്ള പരിപാടി നോക്കാട്ടെ മക്കളെ. അങ്ങനെ പരിപാടി നടക്കില്ല. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നടന്നാൽ നല്ലത്. ഇതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ പണിയാണ്, ഭയങ്കര ഉള്ളേരിയ. കടകള് ചെറിയ തുറന്നിട്ടൊന്നുമില്ല. വീടുകളുണ്ട്, കുതിരൊക്കെ നോക്കി ക്ഷീണിച്ച് ഒരു കുതിര. ഗാവുകളുണ്ട് കുറേ, ചെറിയ ചെറിയ ഗാവുകളാണ് ഇവരൊക്കെ, കുഞ്ഞു കുഞ്ഞു വീടുകൾ. അയ്യോ ഭയങ്കര ചെറിയ വീടാണ് നോക്കാം. പഞ്ചർ കട ഉണ്ട് കേട്ടോ എല്ലായിടത്തും. പഞ്ചർ കട പിന്നെ എല്ലാ സ്ഥലത്തിനേക്കാളും കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിൽ നമുക്ക് കുറേ സൈക്കിൾ കടണ്ട്. എവിടെ നോക്കിയാലും സൈക്കിൾ കടയാണ്. ചില കാലത്ത് പോകുമ്പോൾ പഞ്ചാബിലല്ലാണ്ട് വേറെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഓരോ ഏരിയയിലൊന്നും ഞാൻ സൈക്കിൾ കട ഉണ്ടാവില്ല. പക്ഷെ പഞ്ചാബിൽ ഒരു എല്ലായിടത്തും പഞ്ചർ കട ഉണ്ട്. അല്ല പഞ്ചർ കട അല്ല, സൈക്കിൾ കട. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വേറെ അല്ലാതെ എത്ര ദൂരം പോയിട്ട് ഒരു സാധനം ചോദിച്ചിട്ട് പൊന്നു പറഞ്ഞാൽ പിന്നെ അതുണ്ട്. ഈ വഴി എന്തായാലും നല്ല രസമായിട്ട്. അയ്യോ നടത്താൻ നല്ല ചവിട്ടുമ്പോഴേ പെട്ടെന്ന് കറിക്കുക. നിങ്ങളുടെ ശർക്കര ഉണ്ടാക്കണ കാണിക്കാറേ. ശർക്കര ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നെ ചൂടാക്കിയിട്ട് തിളച്ച് മറയണൊക്കെ ശർക്കര അതിലേക്ക് ചെയ്യണ്ട. അത് മാറ്റിയിട്ട് അവിടെ കഷ്ണം കഷ്ണമാക്കും. ये शक्कर है ये छोटा पीस है शर्कर ഇതാ ഇതിനെടുത്തിട്ട് തിരിക്കാക്കും. എന്നിട്ട് ആ സാധനത്തിലേക്ക് ഒഴിക്കും. അന്നേരം ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് മാറ്റിക്ക് വേണ്ടി തിളയ്ക്കണണ്ട. ആ കരിമ്പാദ്യമായിരിക്കും ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കും. നോക്കിയാൽ നമുക്ക് പോയിട്ട് എന്തായാലും കണ്ടില്ല. ഇപ്പോൾ വന്നപ്പോൾ ഇത് വേറെ ആയില്ല, ഇത് കാണാൻ പറ്റിയില്ലേ.
അവിടെ മോട്ടർ ഉണ്ടോ? മോട്ടർ വെച്ചിട്ട് കരിമ്പ് കട്ട് ചെയ്തെടുക്കണ്ട അതിൻ്റെ ഉള്ളിൽ നിന്ന്. കരിമ്പിനെ കട്ട് ചെയ്തിട്ട് വേസ്റ്റ് മൊത്തം പുറത്തേക്ക് വരിക. അത് മൊത്തം തിളപ്പിക്കരുത്. ആ നീര് മൊത്തം തിളക്കി നോക്കി എന്ത് തിളക്കില്ല തിളക്കണ. അതൊക്കെ അറിയാണ്ട് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു കത്തിക്കല്. അയാളൊന്നും എന്നൊരു വീട് എടുത്തിട്ട് ഓടി. ये पागल है? मेरा सामान है, मैं केरला से आएगा. ये पागल है? हाँ दिमाग पे पड़ा हुआ. हाँ उसको मैं केरला से आएगा. हाँ केरला हड़ताल कह रहा था. ओके बाय. गुड़ खा लो. गुड़ खा लो. नहीं ये ज़्यादा वेट है. खाने के लिए बोलिए. खाना है हमें क्या खाना है? हाँ अरे വേണോ നോക്കിയേ. पानी पी लो. पानी है इधर बैठ लो. ആര് വെള്ളം കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. എന്തെങ്കിലും കുടിക്കാം. നല്ല ആൾക്കാരാട്ടോ വെള്ളം കുടിച്ചിട്ട് പോകാറുണ്ട്. അത് വെറുതെ ഒരു ഫോർമാറ്റി. വെള്ളം കണ്ടോ നല്ല വെറുതെ കമ്പനി ആവാൻ നല്ലതല്ലേ ഇങ്ങനെ വെള്ളം കുടിക്കാറുമ്പോൾ. അങ്ങനെ സംഭവം ശർക്കര തീരായിരിക്കും. അത് വീണ് കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ തളച്ച് പറയണ എനിക്ക്. അങ്ങനെ ശർക്കര ഉണ്ടാക്കണ കണ്ടില്ല. അപ്പോൾ എന്തായാലും ശർക്കര ഉണ്ടാക്കാൻ കണ്ടില്ല എന്ന് പറയണ്ടായിരുന്നു. നോക്കിയേ കറക്റ്റ് മറ്റേ മൂന്നാർ കൊടൈക്കനാലത്തെ റോഡിൽ പൊല്ലി ആ ഒരു ഫീലാട്ടോ കിട്ടിയേ പഞ്ചാബിൽ വന്നപ്പോൾ. എന്താ ചെയ്യുക ഉള്ളേരി കയറിയിട്ട് ഉള്ളേരി കയറുമ്പോൾ നല്ല തണവുണ്ടിട്ട് പറഞ്ഞ പോലെ. എന്ത് തണലാനുസരിച്ചിട്ട് സുഖസുന്ദരമായിട്ട് പോവുക. എന്തൊരു സാധനം കഴിക്കാനുള്ളതാ. എന്തൊരു സേമിയ പോലത്തെ എന്തൊരു സാധനം കഴിക്കേണ്ടി വരും. ആ വെറുതെ അറിയാത്തതാണല്ലോ വെച്ച് കഴിഞ്ഞാൽ വയറിന് പണി കിട്ടി കഴിഞ്ഞാൽ സീന. പനി വന്നപ്പോൾ എങ്ങനെയായി വയറിന് പണി വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ല. ഇവിടെയൊക്കെ ഫുള്ള് മറ്റേ ചോള ഇഷ്ടി ഉണ്ടാക്കണത് കേട്ടോ. ചോളയല്ല ചോള തെറ്റിപ്പോയി. അങ്ങനെ എത്തി മോളെ. പഠാൻകോട്ട് ജമ്മു. അങ്ങനെ ജമ്മുവിലേക്കുള്ള യാത്രയാണ്. ജമ്മുവിലേക്ക് ഇവിടുന്ന് അതില്ല ഉണ്ട്. ജമ്മുവിലേക്ക് 100 കിലോമീറ്ററൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു നടന്നേ. കാശ്മീരിക്കാണ് കുറച്ച് കൂടുതൽ ദൂരം എന്ന് പറഞ്ഞാൽ ശ്രീനഗർ അവിടേക്കൊക്കെ. പഠാൻകോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കയറ്റാന്നൊക്കെ പറഞ്ഞിരുന്നു. കണ്ടറിയാം എങ്ങനെ ഉണ്ടാവുകയാണാവോ. സഹിക്കാൻ പറ്റുന്ന ടൈപ്പ് കയറ്റാന്ന് വെച്ചാൽ കുഴപ്പമില്ല. വേറൊരു ഫ്രണ്ടുണ്ട് അഷ്കർ. അവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ തള്ളിയിട്ട് കയറ്റി കിടന്ന് പറഞ്ഞാൽ ചവിട്ടാകുന്നില്ല. തള്ളി കയറ്റിയാൽ പിന്നെ ഇറക്കം വരും. കയറ്റത്തിനനുസരിച്ചുള്ള ഇറക്കണ്ടാവെന്ന് പറഞ്ഞത്. അത് കാരണം കുഴപ്പമില്ല പറഞ്ഞേ. പക്ഷെ അവൻ ചവിട്ടി കയറ്റാൻ ബുദ്ധിമുട്ടായ കാരണം ഫുള്ള് തള്ളിയിട്ട് കയറ്റിയെന്ന് പറഞ്ഞേ. അങ്ങനെ അതാ പെട്രോൾ പമ്പുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടോ. ഇവിടെ ചോദിക്കണം. ഇവിടെ വേണ്ട കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചോദിക്കും. സമയം എത്ര സമയമൊന്നും കാണാനില്ലല്ലോ. 4 മണി ഒരു 4:45 5 മണി വരെ പിടിക്കാമല്ലോ നമുക്ക്. എന്നിട്ട് ചവിട്ടാം. അല്ല എന്നിട്ട് ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കാം. കുറച്ചേരം കൂടി ചവിട്ടാം. ഹൈവേ എത്തി. ഹൈവേ ഉച്ചയായി ഇവിടെ വന്നിട്ട് കിടന്നു. ഇത് കടയുടെ ഫ്രണ്ടിൽ കിട്ടിയപ്പോൾ കിടന്നു. പെട്രോൾ പമ്പൊന്നും കാണാനായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്നിട്ട് കിടന്നേ. ഞാൻ അവിടെ കിടന്നു. അപ്പോൾ ഈ കട അടച്ചു കൊടുക്കുക കിടന്നു. കുറേ നേരം അവിടെ കിടന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ വെയിൽ മൊത്തം ഇടയ്ക്കായി. അങ്ങനെ പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടുത്തെ ആൾ വന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് കട തുറക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞോടെ കിടന്ന കടയിൽ കച്ചവടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവിടെ കിടന്നു. അങ്ങനെ വെയിൽ കൂടിപ്പോൾ ഞാൻ പിന്നെ പോകാൻ വിചാരിച്ചു. അപ്പോൾ ആൾ കുറച്ച് ഇങ്ങനത്തെ ഷീറ്റുകളിൽ കുറച്ച് കുറഞ്ഞതുകൊണ്ട് പറഞ്ഞു ഇങ്ങോട്ട് നീങ്ങിട്ട് കിടന്നു പറഞ്ഞു.
അങ്ങനെ അവിടെ കിടന്നു. കണ്ടിപ്പോൾ പോകാൻ നോക്കുക. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇന്നിപ്പോൾ 2-3 കുക്കുമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ബൈ. ഹായ് ബൈ. ഓക്കെ. ये कौन सा शॉप है? ये पेस्टिसाइड का है, ये दवा. हाँ ओके. फसलों में दवाई यूज हाँ ओके. ബൈ ബൈ. താങ്ക് യു. ഓക്കെ ബൈ. അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകാൻ നോക്കട്ടെ കേട്ടാ. പരിപാടി പിടിക്കാം. ഈ കാണുന്നതൊക്കെ ഇല്ലേ കോഴി ഫാമാട്ടാ. അതിൻ്റെ മുകളിൽ വെള്ളം വരണണ്ട. കോഴിക്ക് ചൂടിന് ഒരു ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ. കണ്ട ഫുള്ള് വെള്ളം ഇങ്ങനെ മറ്റേ ഫ്ലാഷ് അടിക്കുന്ന പോലെ അടിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ഉണ്ട്. മറ്റേ ഗാർഡനിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങില്ലേ പൈപ്പ്, അങ്ങനെ വെച്ചിട്ട് ഫുള്ള് ഇവിടെ നിന്ന് മോളിക്കൊക്കെ ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഞാൻ വിചാരിച്ചു മഴ പെയ്യുന്നുണ്ടിട്ട് പോലെ നോക്കുമ്പോൾ തന്നെ സംഭവം ഫുള്ള് കോഴികളാട്ടോ. ബ്രോയിലർ കോഴികളാണ് മൊത്തം. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴിയൊന്നും കാണാനില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടില്ല, അവിടെ മൊത്തം ഉണ്ട്. ഇങ്ങനത്തെ ഒരെണ്ണം കണ്ടില്ലേ, അത്യാവശ്യം നീട്ടണ്ട് കേട്ടോ. അത്യാവശ്യമല്ല, നല്ല നീട്ടുണ്ട്. അതേപോലത്തെ 1, 2, 3, 4, 5, 6, 7 എണ്ണം ഉണ്ട്. അപ്പം അത്യാവശ്യത്തിന് കോഴി ഉണ്ടാവും. അങ്ങനെ എന്താ അല്ലേ, കോഴിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വെച്ചാലും ചെയ്യണത് ആത്മാർത്ഥമുള്ള കാര്യമല്ലേ. കൊല്ലാൻ കൊടുക്കുമ്പോഴും ചൂടൊന്നും സഹിക്കാണ്ട് പാവല്ലേ. എന്താ ചെയ്യാല്ലേ, എന്തൊരു ഐഡിയ. ഇനി ഇവിടുന്ന് പോകുമ്പോഴേ ഈ പത്താൻകോടൊക്കെ പോണ വഴിക്കാണ്. പത്താൻകാട്ടിക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല, നമുക്ക് ഹൈവേ കൂടെ പോയാൽ മതി. അവിടെ നാളെ വിഷു അല്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തെങ്കിലും ഊണെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് വല്ല കേരള റെസ്റ്റോറൻറ്റ് നോക്കിയപ്പോൾ അവിടെ ഒരു ഇവിടുന്ന് ഇനിയിപ്പോൾ ഒരു 6 കിലോമീറ്റർ പോയി കഴിഞ്ഞൊരു കേരള റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞേ. വേറെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ഒന്ന് പോയി നോക്കട്ടെ. നാളെ വിഷയമായിട്ട് സദ്യ കഴിക്കാണ്ടിരുന്ന മോശമല്ലേ. സദ്യ വേണമെന്നില്ലേ, കുറച്ച് ചോറയിലും കിട്ടി കഴിഞ്ഞാൽ. അങ്ങനെ കുറച്ച് നാളായിട്ട് ഗുരുദ്വാരന്ന് റൊട്ടിയും ചെറുപയർ കറിയും റൊട്ടിയും ഉരുളക്കിഴങ്ങ് കറി കഴിച്ച് മടുത്തു. റൊട്ടിക്ക് വെറുത്ത് തുടങ്ങിയാൽ നിലക്കായി. പിന്നെ വേറെ പാകമില്ലല്ലോ. അപ്പോൾ അതന്നെ കഴിക്കുക. എന്താ ചെയ്യുക. അയ്യോ, അമ്മൻബല്ല ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കളർ പച്ച കളറിൽ ഗ്ലാസ്, നീല കളർ ഗ്ലാസ്. അയ്യോ, ഇനി എത്ര 3 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇനി സമയം 5 മണിയില്ലേ. അവിടെ പോയിട്ട് അവിടെ കിടക്കാവുന്ന സ്ഥലം തന്നാലായിരിക്കും അല്ലേ. കിടക്കാൻ വേണ്ട സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു നോക്കണം. 5 മണിയായില്ല, വേഗം ആദ്യം തന്നെ പോയിട്ട് അവരോട് ചോദിക്കുക കിടക്കാൻ എന്തെങ്കിലും ഭാഗം ഉണ്ടോ ചോദിക്കുക. അല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പെട്രോൾ പമ്പ് നോക്കാം. വെറുതെ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ. അമ്പോ നല്ലൊരു പുഴ നോക്കി, നല്ല ക്ലീൻ വെള്ളം, പച്ച കളർ വെള്ളം നോക്കി. കുളത്തിലൊക്കെ പോയിട്ട് എത്ര കാലമായി എന്ന് പറയും. ചാടി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. വയ്യ മക്കളെ, വയ്യ വയ്യ. ഓ 4 കൊല്ലയ്ക്കുമ്പോൾ നിർത്താൻ വിചാരിച്ചതാ. എന്നിട്ട് ഇവിടെ ഈ സംഭവം നല്ല പടമാണ്. അപ്പോൾ ശരി. പഞ്ചാബിലെ ട്രാഫിക്കിലത്തെ ആൾക്കാരുടെ ഗാഡി കേട്ടോ നോക്കി. എന്തൊരു സാധനമല്ലേ. ഇതേപോലെ ആണോ വണ്ടിയൊക്കെ. രാത്രി ടെൻ്റ് അടിച്ച് കൊടുത്തൊന്ന് പരിചയപ്പെട്ട ആൾക്കാരാ ഇവർ രണ്ടാളും. ഇവിടെ നൈറ്റ് ഓടിക്ക് നിൽക്കണം 2 ആളും. സാർ ഹായ്. ഓക്കെ, ഞാനിവിടെ ടെൻ്റ് അടിച്ചുള്ളത് കാണിച്ചു തരാം കേട്ടാ. ഒരു മിനിറ്റ്. ഇത് പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ച് പോയി ഒന്ന് സെറ്റ് ആക്കിയാണ്ടാ. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞായിരുന്നു റെഡി ചെയ്തിട്ടാ. അവർ വന്നിട്ട് അതിന് തന്നെ പറഞ്ഞു ഇവിടെ ടെൻ്റ് അടിച്ച് നോക്കുക ധൈര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ഓണർ വന്നിട്ട് ഇവിടെ ആദ്യം അടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് പറഞ്ഞു ഒന്ന് അടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി. കണ്ട അവിടെ അടിച്ചിട്ടുണ്ട്. നമ്മൾ ഷീറ്റ് അടിയിലിറങ്ങുന്ന ഷീറ്റ് വേറെ വാങ്ങിച്ചു കേട്ടോ. അത് കുറച്ച് വലുത് വാങ്ങിച്ചു. ആകെ 50 രൂപ കൂടുതൽ വാങ്ങിച്ചുള്ളൂ. ടെൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് കുളിക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ കുളിക്കുകയും ചെയ്തു. ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹോട്ടലുകാരോട് ഞാൻ ഭക്ഷണം എവിടെ കിട്ടുകയെന്ന് വെച്ചപ്പോൾ ഹോട്ടലുകാർ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഫുഡ് എന്താ റൈസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ, റൊട്ടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് പിന്നെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, കിട്ടിയിട്ട് വെച്ച് പടയ്ക്കുക. ഹായ്, വീഡിയോ ये कौन सा सब्जी है? दाल है. ഓക്കെ, അങ്ങനെ സെറ്റായിട്ട് കാര്യങ്ങളപ്പോൾ ഇവിടെ പോലീസുകാർ കമ്പനിക്ക് ഉണ്ട്, കാരണം കുഴപ്പമില്ല. പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞാൻ അവിടെ വന്നിട്ട് അപ്പുറത്തെ കടയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് ടെൻ്റ് അടിച്ച് എടുക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ പറയാം 2 കാലിന് ഉപ്പുറ്റിയില്ലാന്ന്, ഉപ്പുറ്റിൻ്റെ മുകളിൽ നിന്ന് കട്ടായി പോയിട്ടുള്ളതാന്ന്. അങ്ങനെ അയാൾ ആ ഉപ്പുറ്റി
നടന്നിട്ടുള്ള കാലിൽ 2 ബാക്കി ആയിട്ട് മുട്ട് കുത്തിയിട്ട് നടന്നിട്ട് ഒരു കുന്ന് സാധനങ്ങളുണ്ട് നാളുടെ കണ്ട ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് തൊട്ടടുത്ത് തന്നെ കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാനങ്ങനെ ആളെ നോക്കി, പക്ഷെ ആളെ കാണാനില്ല ഇവിടെ. ആളതിൻ്റെ കുറച്ച് നേരം മുന്നേ ഉണ്ടായിരുന്നു പറഞ്ഞേ. അങ്ങനെ ആള് ഉള്ളിലേക്ക് കയറി കിടന്നു. നാളെ അങ്ങനെ കാലത്ത് തന്നെ എനിക്ക് പോകുമ്പോൾ ആളെ കാണാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സമ്മതിക്കണമല്ലോ, ഉപ്പുറ്റി രണ്ടും ബാക്കി 2 കാലിൽ ഉപ്പുറ്റില്ല, മുട്ടുംകാല് കുത്തിയിട്ട് നടക്കണേന്ന് ആള്. അത് എവിടുന്ന് വരണതെന്ന് ആർക്കും അറിയില്ല പറഞ്ഞേ. നോക്കിയോട്ടെ, അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇന്നത്തെ പെട്രോൾ പമ്പ് ഇവിടെ സെറ്റ്. ഇന്നത്തെ ഫുഡ് പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടി. റൊട്ടി ഗ്രീൻ കറി. സാറുമാരുണ്ട് എല്ലാവരും ഉണ്ട്. ആളും ഉണ്ട് അവിടെ. ഭക്ഷണം കഴിച്ചിട്ട് കേട്ടാ.